സ്മാർട്ട് ഫോൺസിലെ ഏറ്റവും പുതിയ ട്രെൻഡാണ് ഫാസ്റ്റ് ചാർജിങ്. ഏറ്റവും ഫാസ്റ്റ് ചാർജിങ് തരാനായിട്ട് കമ്പനീസ് തമ്മിൽ വളരെ വലിയ കോമ്പറ്റീഷനാണ്. 10 വാട്ട് ചാർജിങ് വരെ ഫാസ്റ്റ് ചാർജിങ് ആയിട്ട് കണ്ടിരുന്ന ആ സ്ഥാനത്ത് ഇപ്പോൾ 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് വരെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 200 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഉള്ള ഫോൺസൊക്കെ വരാനിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഇത്രയും വലിയ രീതിയിലുള്ള ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജീസ് വരുന്ന സമയത്ത് നമുക്ക് വരുന്നൊരു സംശയമാണ്, ഇങ്ങനെ വളരെ കൂടിയ ഫാസ്റ്റ് ചാർജിങ് 120 വാട്ടും 200 വാട്ടും ഫാസ്റ്റ് ചാർജിങ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോൺ പൊട്ടിത്തെറിക്കില്ലേ, അല്ലെങ്കിൽ ഫോണിൻ്റെ ബാറ്ററി ലൈഫിനെ അത് ബാധിക്കില്ലേ? അങ്ങനെയുള്ള കുറേ ഡൗട്ട്സ് നമുക്ക് വരാറുണ്ട്. നമ്മുടെ ചാനലിൽ തന്നെ കുറേ മുന്നേ ഒരു വീഡിയോയിൽ നമ്മൾ ഫാസ്റ്റ് ചാർജിങ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ബാറ്ററി ലൈഫിനെ ബാധിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ വരുന്ന സ്മാർട്ട് ഫോൺസിൽ അതിനെ പരിഹരിക്കാനുള്ള പല ടെക്നോളജീസും വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഈ പുതിയ ടെക്നോളജീസ് ഉപയോഗിച്ച് ഫാസ്റ്റ് ചാർജിങ് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തടയാൻ കഴിയുന്നുണ്ടോ, അതുപോലെ ഫാസ്റ്റ് ചാർജിങ് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഫോണിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് വീഡിയോയിൽ നോക്കാം. ഫാസ്റ്റ് ചാർജിങ് ചെയ്യുന്ന സമയത്തുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഹീറ്റ്. ഇങ്ങനെ കൂടുതൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണിൻ്റെ കോമ്പോണൻസിനാണെങ്കിലും ബാറ്ററിക്കാണെങ്കിലും അതത്ര നല്ലതല്ല. ബാറ്ററിയുടെ ലൈഫ് പെട്ടെന്ന് തന്നെ തീർന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഹീറ്റ് മാക്സിമം റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഈ പുതിയ ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജീസ് ചെയ്യേണ്ടത്. വലിയ രീതിയിലുള്ള ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സ്മാർട്ട് ഫോൺസിലും സ്പ്ലിറ്റ് ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു സ്മാർട്ട് ഫോണിൽ തന്നെ 2 ബാറ്ററി, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഇങ്ങനെ 2 ബാറ്ററീസ് ഉപയോഗിച്ച് ഈ 2 ബാറ്ററിയും ഒരേ തവണ ചാർജ് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സാണ് നമ്മുടെ ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജി വരുന്ന ഫോൺസിൽ നടക്കുന്നത്. അതായത് 5000 mAh ബാറ്ററി കപ്പാസിറ്റി ഉള്ളൊരു ഫോണാണ് നിങ്ങളുടെ ഫോൺ എന്നുണ്ടെങ്കിൽ അത് 5000 mAhൻ്റെ ഒരു ബാറ്ററി ആയിരിക്കില്ല, 2500 mAhൻ്റെ 2 ബാറ്ററീസ് ആയിരിക്കും അത്. അതുപോലെ തന്നെ 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഉള്ളൊരു ഫോണാണെന്നുണ്ടെങ്കിൽ 30 വാട്ട് ഫാസ്റ്റ് ചാർജിങ് അല്ല, 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് അവിടെ നടക്കുന്നത്. 2 ബാറ്ററീസും ഒരേ തവണ ചാർജ് ചെയ്യുന്നത് കൊണ്ട് തന്നെ 15+15 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് അവിടെ നടക്കും. ബാറ്ററി സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് ഹീറ്റിംഗ് ഒരു പരിധി വരെ കുറയാൻ കഴിയും. പക്ഷേ 120 വാട്ടിൻ്റെയൊക്കെ വലിയ ചാർജിങ് വരുന്ന സമയത്ത് എന്നാലും അവിടെ നല്ല രീതിയിൽ ഹീറ്റിംഗ് വരുന്നുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഫോൺ ചാർജ് ചെയ്യുന്ന സമയത്ത് എല്ലാ സമയത്തും 120 വാട്ട് ഫാസ്റ്റ് ചാർജിങ് വരുന്ന ഫോണാണെന്നുണ്ടെങ്കിൽ എല്ലാ സമയത്തും ആ ഒരു ഫോൺ 120 വാട്ടിലല്ല ചാർജ് ചെയ്യുന്നത്. അതിൻ്റെ ഏറ്റവും പീക്കായിട്ടുള്ള ചാർജിങ് സ്പീഡാണ് 120 വാട്ട് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മളൊരു കാറോ ബൈക്കോ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് 120 km/h സ്പീഡിൽ നമുക്ക് ആ ഒരു ബൈക്കിൽ അല്ലെങ്കിൽ കാറിൽ മാക്സിമം പോകാൻ കഴിയും. പക്ഷേ എല്ലാ സമയത്തും നമ്മൾ ആ സ്പീഡിൽ പോകാറില്ല. നല്ല റോഡും അതിനനുസരിച്ചുള്ള ട്രാഫിക്കും ആയാൽ മാത്രമേ നമുക്ക് ആ ഒരു സ്പീഡിൽ പോകാൻ കഴിയൂ. കേരളത്തിൽ എന്തായാലും നടക്കില്ല, വേറെ എവിടെയെങ്കിലും. അതുപോലെ തന്നെയാണ് നമ്മുടെ ചാർജിങ് ടെക്നോളജീസും വർക്ക് ചെയ്യുന്നത്. ഏറ്റവും പീക്കായിട്ടുള്ള ടൈമിൽ വളരെ കുറച്ച് നേരത്തേക്ക് മാത്രമൊക്കെ നമുക്ക് 120 വാട്ടിൻ്റെ ആ ഒരു റേഞ്ചിലൊക്കെ ഫാസ്റ്റ് ചാർജിങ് വരുന്നുള്ളൂ. ബാറ്ററി ചാർജിങ്ങിന് 2 ഫേസ് വരുന്നുണ്ട്. 0 to 70% അല്ലെങ്കിൽ ഒരു 80% വരെയൊക്കെയുള്ള ഒരു ചാർജിങ് ഫേസാണ് ഫസ്റ്റ് ഫേസ്. അതിനുശേഷം ഒരു 80% മുതൽ 100% വരെയുള്ളതാണ് സെക്കൻഡ് ഫേസ്. ഈ ഫസ്റ്റ് ഫേസിലായിരിക്കും ഏറ്റവും കൂടുതൽ ഫാസ്റ്റായിട്ട് ഫോൺ ചാർജ് ചെയ്യുന്നത്. ഇതിലായിരിക്കും നമ്മുടെ ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജീസൊക്കെ വളരെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇതിനുശേഷം നമ്മളൊരു 80 to 100% ചാർജ് ചെയ്യാൻ 0 to 80% ചാർജ് ചെയ്യാൻ എത്ര ടൈം എടുത്തോ അത്ര ടൈം തന്നെ ഒരു പക്ഷേ എടുക്കാം 80% to 100% ചാർജ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ടെമ്പറേച്ചറിനനുസരിച്ചും നമ്മുടെ ചാർജിങ് സ്പീഡിൽ മാറ്റം വരുന്നുണ്ട്. നമ്മുടെ ചാർജറിനും നമ്മുടെ ഫോണും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. നമ്മുടെ ഫോണിലെ ഹീറ്റിംഗ് കൂടിയിരിക്കുന്ന സമയത്ത് നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഫാസ്റ്റ് ചാർജിങ് മുഴുവനായിട്ട് യൂസ് ചെയ്യാൻ കഴിയില്ല. കാരണം ഓൾറെഡി അവിടെ ഹീറ്റ് വരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഹീറ്റ് പിന്നെയും വരുന്ന സമയത്ത് ഫാസ്റ്റ് ചാർജിങ്ങിലൂടെ വരുന്ന സമയത്ത് ഫോണിന് അത് അത്ര നല്ലതല്ല. അത് ചാർജർ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള ചാർജിങ് മാത്രമേ ഇതിൽ കൊടുക്കുന്നുള്ളൂ. അവിടെ സ്ലോ ചാർജിങ് ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അത്യാവശ്യം ടെമ്പറേച്ചർ വരുന്ന ഒരു റൂമിൽ നിന്ന് ചാർജ് ചെയ്യാൻ ശ്രമിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഫോൺ നല്ല രീതിയിൽ ഹീറ്റ് ആകുന്ന സമയത്ത് ചാർജ് ചെയ്ത് നോക്കുക. ഇങ്ങനെ ചാർജ് ചെയ്യുന്ന സമയത്ത് അവിടെ സ്ലോ ചാർജിങ് ആയിരിക്കും. അത്ര വലിയ രീതിയിലുള്ള ഫാസ്റ്റ് ചാർജിങ് ഒന്നും വർക്ക് ചെയ്യാൻ ചാൻസ് ഇല്ല. ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ ഒരു ഫുൾ പൊട്ടൻഷ്യൽ അവിടെ യൂസ് ചെയ്യാൻ കഴിയില്ല. എന്നാൽ നേരെ മറിച്ച് നമ്മൾ അത്യാവശ്യം നല്ല തണുപ്പുള്ള ഒരു ടെമ്പറേച്ചറിൽ വന്നിട്ട് അതല്ലെങ്കിൽ നമ്മുടെ റൂമിൽ വന്നിട്ട് AC ഒക്കെ ഇട്ടൊന്ന് തണുപ്പിച്ച് നമ്മൾ ചാർജ് ചെയ്ത് നോക്കുക. ഇങ്ങനെ ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോൺ വളരെ ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യുന്നത് കാണാൻ കഴിയും. കാരണം ടെമ്പറേച്ചർ വരുന്ന സമയത്ത് നമ്മുടെ ഫോണിൻ്റെ ചാർജിങ് അവർ സ്ലോ ആക്കുന്നുണ്ട്. കാരണം ഓൾറെഡി ഹീറ്റ് വരുന്ന സമയത്ത് വീണ്ടും ഹീറ്റ് വന്നാലുള്ള പ്രശ്നങ്ങൾ തടയാനായിട്ട് ഇങ്ങനെ ഒരു ടെക്നോളജി, ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജി വരുന്ന എല്ലാ ഫോൺസിലും വരുന്നുണ്ട്. ഇങ്ങനെയുള്ള പല ടെക്നോളജീസാണ് ഫാസ്റ്റ് ചാർജിങ് കാരണം ഉണ്ടാകുന്ന ബാറ്ററിയുടെ പ്രശ്നങ്ങൾ തടയാനായിട്ട്, ഹീറ്റിംഗ് കാരണം വരുന്ന പ്രശ്നങ്ങൾ തടയാനായിട്ട് സ്മാർട്ട് ഫോൺ കമ്പനീസ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ടെക്നോളജീസിന് പുറമെ തന്നെ ഹീറ്റിംഗ് കാരണം വരുന്ന ഡാമേജസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ബാറ്ററിയുടെ ഉള്ളിൽ തന്നെ പല മെറ്റീരിയൽസിലുള്ള മാറ്റങ്ങളും വരുത്തിയിട്ട് നല്ല രീതിയിലുള്ള ടെക്നോളജീസ് സ്മാർട്ട് ഫോൺ കമ്പനീസ് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുതുതായിട്ട് വരുന്ന സ്മാർട്ട് ഫോൺസിൽ ഫാസ്റ്റ് ചാർജിങ് കാരണം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഇനി ഈ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഉറപ്പുവരുത്താനായിട്ട് നമുക്ക് നോക്കാവുന്ന ഒരു കാര്യം ബാറ്ററി സൈക്കിൾസ് ആണ്.
100% ചാർജുള്ള ഒരു ഫോൺ നമ്മൾ 0% വരെ ഡിസ്ചാർജ് ചെയ്തു. അതിനുശേഷം വീണ്ടും നമ്മൾ 100% വരെ ചാർജ് ചെയ്തു എന്ന് വിചാരിക്കാം. ഇതൊരു സൈക്കിളാണ്. ഇങ്ങനെ ഏകദേശം ഒരു 400 to 500 സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബാറ്ററി ഹെൽത്ത് ഏകദേശം ഒരു 80% ആവും എന്നാണ് പറയുന്നത്. ഇതൊരു ആവറേജ് കണക്കാണ്. ചില ഫോൺസിൽ ഇതിനേക്കാൾ കുറഞ്ഞ സൈക്കിൾസ് ആയിരിക്കും കിട്ടുന്നത്. ചില ഫോൺസിൽ കൂടുതൽ സൈക്കിൾസ് കംപ്ലീറ്റ് ചെയ്താലും നല്ല രീതിയിൽ ബാറ്ററി ഹെൽത്ത് കിട്ടുന്ന 80%-ന് മുകളിൽ ബാറ്ററി ഹെൽത്ത് കിട്ടുന്ന ഫോൺസ് ഉണ്ടായിരിക്കും. ഇതാണ് ഒരു ആവറേജ് കണക്ക്. പക്ഷേ 120 വാട്ട് ഫാസ്റ്റ് ചാർജിങ് വരുന്ന നമ്മുടെ പുതിയ ഷോമി ഫോണിൽ 800 ബാറ്ററി സൈക്കിൾസിന് ശേഷം മാത്രമേ 80% ബാറ്ററി ഹെൽത്ത് ആവുന്നുള്ളൂ. അതായത് നമ്മൾ ആവറേജ് എടുത്ത് നോക്കുമ്പോൾ ആവറേജിനേക്കാൾ കൂടുതൽ ബാറ്ററി സൈക്കിൾസ്, അതായത് കൂടുതൽ ബാറ്ററി ഹെൽത്ത് നമ്മുടെ ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ട്. ഏറ്റവും ഫാസ്റ്റ് കൂടിയ ഫാസ്റ്റ് ചാർജിങ് വരുന്നൊരു ഫോണാണിത്. എന്നാലും നമുക്ക് ആവറേജിൻ്റെ മുകളിലുള്ള ബാറ്ററി സൈക്കിൾസ് ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ട്. സാധാരണ നോർമൽ ചാർജിങ് വരുന്ന പല ഫോൺസിലും ഏകദേശം ഈ ഒരു റേഞ്ച് തന്നെയാണ് വരുന്നത്. ഇതിലും കുറഞ്ഞ ബാറ്ററി സൈക്കിൾസ് വരുന്ന ഫോൺസും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കമ്പനി പറയുന്നതനുസരിച്ച് നോക്കുമ്പോൾ ബാറ്ററി ഫാസ്റ്റ് ചാർജിങ് കൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷേ ഇത്രയും വലിയ രീതിയിലുള്ള 120 വാട്ടിൻ്റെയൊക്കെ ഫാസ്റ്റ് ചാർജിങ് ഈ അടുത്താണ് വന്നത്. അതുകൊണ്ട് തന്നെ ഇത് യൂസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് നമുക്ക് ആർക്കും തന്നെ ഇല്ല. അതുകൊണ്ട് കുറച്ച് കാലങ്ങൾക്ക് ശേഷം കൂടുതൽ യൂസ് ചെയ്തതിന് ശേഷമേ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ കഴിയൂ ഫാസ്റ്റ് ചാർജിങ് കാരണം കുഴപ്പമില്ല എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് വെച്ച് നോക്കുമ്പോൾ ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജീസ് കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് തന്നെ നമുക്ക് പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.